ഈ കുറെ നമുക്ക് കോസ്റ്റ്യൂം ഇടുന്ന കാരണം തന്നെ നമുക്ക് തുടക്കത്തിൽ നമുക്ക് തോന്നും ഇങ്ങനെ ഇതും എനിക്ക് സ്യൂട്ട് ആവും മാച്ച് ആവുന്ന. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു കോസ്റ്റ്യൂം? ഒരു കൺഫ്യൂഷൻ പെർഫെക്റ്റ്. അത് നമ്മള് ആ കോസ്റ്റ്യൂം ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ക്യാരക്ടർ ആയത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനു മുമ്പ് കുറച്ച് പടങ്ങൾ മാത്രം എടുത്ത് റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണെന്ന്. അല്ല ഈ കുറെ ഫോട്ടോസ് ഇങ്ങനെയാണ് പിതാവ് ഇങ്ങനെയാണെന്നുള്ള കുറച്ച് ഫോട്ടോസ്. എനിക്ക് ആ കോസ്റ്റ്യൂം ഇട്ടപ്പോൾ എന്റെ പക്ക കോൺഫിഡൻസ് കയറി. അപ്പൊ അതുകൊണ്ട് ആ ഏരിയ ഞങ്ങൾക്ക് ഒരു സംശയമേ ഇല്ല. പിന്നെ നമ്മൾ ഹെയർ കാണുന്നുണ്ട്. അത് ഹെയർ മാത്രം ചെറിയൊരു ഹെയർ മാത്രമേ വെച്ചുള്ളൂ, ഒരു എക്സ്റ്റൻഷൻ മാത്രമേ വെച്ചുള്ളൂ. ബാക്കി തലയിൽ കെട്ടുള്ളതുകൊണ്ട് വേറെ എക്സ്റ്റൻഷൻ ഒന്നും ഞാൻ പറയാം. അങ്ങനെ ഒരു മേക്കപ്പ് മാൻ ഇല്ല ഈ സിനിമയിൽ. മേക്കപ്പ് മാൻ ഇല്ല. ആകെപ്പാട് ദിനേശ് ചേട്ടൻ ആ താടി വെച്ച് താടി വെക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എന്റെ മേക്കപ്പ് ഫുള്ള് സാറ് തന്നെയാണ്, വേറൊന്നും ചെയ്തിട്ടില്ല. സാറിന് മൊത്തം പെർഫെക്ഷൻ വേണമെന്ന് നിർബന്ധമായിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞത് ഇതൊരു ബിഗ് ബഡ്ജറ്റ് പടമല്ല. അപ്പൊ ഇതൊരു വളരെ ഒരു സീറോ ബഡ്ജറ്റ് പടം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ചെറിയൊരു പടമാണ്. അപ്പൊ അതിനകത്ത് എല്ലാത്തിനും ലിമിറ്റേഷൻസ്. ആ ലിമിറ്റേഷനിൽ നിന്ന് മേക്കപ്പ് ഉൾപ്പെടെ കാണാവുന്ന ഞാൻ പറയാം. ഈ ലിമിറ്റേഷനകത്ത് സാർ പലരെയും ട്രൈ ചെയ്തു. സാറിന് സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല. മാത്രമല്ല ഇതിനകത്ത് ലൊക്കേഷൻസ് തപ്പിയെടുക്കുന്ന കാര്യത്തിൽ സാറിനെ നമിച്ചിരിക്കുന്നു. കാരണം എന്താ പറയുക, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ട് ചെയ്ത നമ്മുടെ ഒരു സ്റ്റുഡിയോയിൽ പോയില്ലേ, ആ സ്റ്റുഡിയോയിൽ ചെന്ന് ഞെട്ടിപ്പോയി. കാരണം അതിനകത്ത് നമ്മുടെ മനസ്സിൽ കാണുന്ന ആ കൊട്ടാരവും വിഷ്വലും എല്ലാം തന്നെ സാറോടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം കറക്റ്റ് ആയിട്ട് അദ്ദേഹം അവിടെ കണ്ടുവച്ചു എന്നുള്ളതാണ്. ബാംഗ്ലൂർ പോയി ഷൂട്ട് ചെയ്തു. ഇത് ബാംഗ്ലൂരാണ്. ഒന്ന് മൈസൂർ, നമ്മുടെ മരിയാപുരം അവിടെ ചെയ്തിട്ടുണ്ട്. മരിയാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടൊക്കെ കുറെ ചെയ്തേക്കണം. അവിടെ സ്ഥലം ഉണ്ടെന്ന് സാറ് ട്രാവൽ ചെയ്ത് സാറ് കണ്ടുപിടിച്ച ഈ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നാടകം ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അദ്ദേഹം എനിക്ക് ശില്പങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആ ട്രാവൽ ചെയ്ത സ്ഥലങ്ങളെല്ലാം ഓർമ്മയിൽ വന്ന് അദ്ദേഹം അവിടെ പോയി ഷൂട്ട് ചെയ്തു. ഇതില് നമ്മൾ ഈ മൂവി കാണുമ്പോൾ നമ്മൾ പലതും ഇസ്രായേലിൽ ചെയ്തെന്ന് തന്നെയാണ് മൂവിക്കകത്ത്. പക്ഷെ പലതും അത് കണ്ടു കഴിഞ്ഞാൽ സാർ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇവിടെ ഈ ബാംഗ്ലൂർ, കർണാടക, പിന്നെ കുറച്ച് രാജസ്ഥാനിലൊക്കെ പോയി ആ ഒരു മരുഭൂമി കുറച്ചൊക്കെ സാർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നോക്കുമ്പോൾ എല്ലാം ഇവിടെ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സൗത്ത് ഇന്ത്യയിൽ ഷൂട്ട് ചെയ്ത മരുഭൂമി അങ്ങനെ ഒന്നും വലുതായിട്ട് പ്രതീക്ഷിക്കാതെ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ഷൂട്ട് ചെയ്ത ഒരു കുഞ്ഞു പടമായിട്ട് കൺസിഡർ ചെയ്താൽ ഇതൊക്കെയാണ്. സാറിന്റെ എല്ലാം സാറിന്റെ വിഷനിലാണല്ലോ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നോട് നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചില്ലേ, അതായത് എന്തെങ്കിലും ഒരു നൊമ്പരം മനസ്സിൽ കിടപ്പുണ്ടോ എന്നുള്ളത്. ഞാൻ പറയണമെന്ന് വിചാരിച്ചു, പിന്നീട് പറയണമെന്ന് വെച്ച് മറന്നുപോയത്. എന്റെ മനസ്സിലൊരു നൊമ്പരം ബാക്കി കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഡയറക്ടർ സാറ് അദ്ദേഹം ഒരു ഇന്റർവ്യൂല് പറയുന്നത് കേട്ടു. അദ്ദേഹം തുടക്കത്തിൽ ഇത് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് ഇസ്രായേലിലായിരുന്നു. അപ്പൊ ഇസ്രായേലിലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ബാംഗ്ലൂരിൽ നിന്നല്ല പോയിരുന്നു, ഞങ്ങൾ ഇസ്രായേലിൽ പോകാൻ ബാക്കി കിട്ടിയായിരുന്നു. ആ ഒരു സംഭവം നടന്നില്ലാത്തൊരു നൊമ്പരം ഉണ്ട്. എന്തായാലും നമുക്ക് സക്സസ് സെലിബ്രേഷൻ നമുക്ക് നമുക്ക് റാപ്പിഡ് ഫയറിലോട്ട് പോവാം. നിങ്ങൾ മടുത്തിരിക്കുകയാണ്, കുറെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തത്. അപ്പൊ കുറച്ച് എനർജി ആക്കിയിട്ട് ഫാസ്റ്റ് ആൻസേഴ്സ്. ഓക്കെ, സ്വയം ക്രിഞ്ചായിട്ട് തോന്നിയ നിങ്ങളുടെ ഒരു ആക്ട് ദിനേശ് സാർ പറ. അതിപ്പോ കാണുമ്പോ കുറച്ച് ക്രിഞ്ച് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും പണ്ടത്തെ സാറിന്റെ ഫിലിം? അത് മാത്രമേ ഉള്ളൂ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചാലുണ്ടല്ലോ എല്ലാം ക്രിഞ്ച് തന്നെയായിരുന്നു. ഒരു ക്യാരക്ടർ ഇങ്ങനെ ഇത് കാണുമ്പോ ഈശ്വരൻ ഞാൻ തന്നെയാണോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ? അല്ല, കുറെ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു. അപ്പൊ അത് ഇപ്പൊ ആലോചിക്കുമ്പോ ചെയ്യാൻ പറഞ്ഞ് ചിലപ്പോ നമ്മൾ ചെയ്യത്തില്ല. അതന്നെ പറഞ്ഞത്, ഒന്നല്ല ഇഷ്ടംപോലെ കുറെ ഉണ്ട് ഞാൻ ചെയ്തെല്ലാം. എന്നാലും ഒരു ഇതായാലും ആലോചിക്കുന്ന സമയത്ത് അല്ല അങ്ങനെ ക്രിഞ്ചല്ല നമുക്ക് കാണുമ്പോ നന്നാക്കാമായിരുന്നു. ഞാനിപ്പോ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു ബംഗ്ലാവിലോതോ എന്ന സിനിമ എനിക്ക് കുറെ കൂടെ നന്നാക്കാൻ തോന്നിയിട്ടുണ്ട്. ലിസ്റ്റ് കുറെ ഉണ്ട്. സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതില് എന്തെങ്കിലും റിഗ്രറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഇത് കുറച്ചൊരു അങ്ങനെ തോന്നിയ കുറച്ച് പടങ്ങളുണ്ട്. ഞാൻ അടുത്ത് പറയുകയാണെങ്കിൽ എനിക്കിപ്പം 3 ചാസോബീസ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അപ്പം ഞാൻ ആലോചിച്ചു കുറച്ച് ക്രിഞ്ചായി പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ആ സമയത്ത് ആക്ടിങ് സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ച് അതുപോലെ കുറെ മാത്രമല്ല അയ്യോ ഇതെന്തേ കാണിച്ചു വെച്ചിരിക്കുന്നു നമുക്ക് ഞാൻ പണ്ട് കുറെ ആൽബം ചെയ്തിട്ടുണ്ട്.
പണ്ടത്തെ ആൽബത്തില് മെയിൻ സ്റ്റാർ ആണ് ഞാൻ പക്ഷെ ഒരു ആൽബം അല്ല ചെയ്തിട്ടുണ്ട്. അന്ന് മലപ്പുറത്തേക്ക് താമസം മാറിയാലോ ഒരു ആൽബം ഒരു ആൽബം ചെയ്തിട്ടുള്ള ആരിൽ ആരാൾ എന്ന് പറഞ്ഞൊരു സോങ്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പോയി. ഇല്ല സജിയേട്ടാ, നമ്മളൊക്കെ നല്ലത് ചെയ്തു. നമുക്ക് ഇല്ല അങ്ങനെയല്ല, കുറിച്ച് കുറെ ചെയ്ത ആളാണ്, കുറെ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഇഷ്ടംപോലെ എണ്ണം കിടപ്പുണ്ടാവും. നമ്മളെ പഴയ പരസ്യത്തിലൊക്കെ കണ്ട ആരും, ഞാൻ ചിലപ്പോ ആലോചിക്കും ദൈവമേ ഈ ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴേ പരസ്യമൊക്കെ പണ്ട് സിനിമയിലേക്ക് വരുമ്പോൾ അതിന് മുന്നേ കുറേ ആഡ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എവിടെ സിനിമയിലെ ഇന്റർവ്യൂവിനൊക്കെ പോയി, അപ്പൊ ഈ ഫോണിങ് പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പൊ ഫോൺ ചെയ്തിട്ട് മറ്റേ കിരൺ ടി വിയിൽ ഉണ്ടായിരുന്നു, ഫോൺ ചെയ്ത് വിളിച്ചിട്ട് എന്നെ വിശേഷം ചോദിക്കണല്ലോ. അപ്പൊ എന്നെ ഇതുപോലെ ഒരു ഫോണിങ് പ്രോഗ്രാമിൽ ഒരു മൂവിയുടെ ഇതുപോലെ നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ ചേച്ചിയുടെ മറ്റേ അഡ്വർടൈസ്മെന്റ് ഞാൻ കാണാറുണ്ട് കേട്ടോ, എന്നെ ഓർമ്മിപ്പിക്കില്ലേ, അങ്ങനെ തോന്നാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ മേക്കപ്പും കോസ്റ്റ്യൂമും കിട്ടുവാനായിട്ട് സെറ്റില് സമയം എടുക്കുന്ന ആള്? ഫാസ്റ്റ് ആൻസർ. ഏറ്റവും കൂടുതൽ ഈ കൂട്ടത്തിൽ ഈ സിനിമയിൽ ആരും ഇല്ല. ഈ സിനിമയിൽ അങ്ങ് സമയം തന്നിട്ടില്ല ഞങ്ങൾ. ഓക്കെ. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ മേക്കപ്പ് ഇടുന്നത് ദിനേശ് ചേട്ടനാണ്. ഞങ്ങളാരും മേക്കപ്പ് ഇട്ടിട്ടില്ല. ഞങ്ങൾക്ക് ആരും മേക്കപ്പ് ഇല്ല. രാവിലെ സാധനം മേക്കപ്പ് ഇട്ടിട്ടില്ല. ഇട്ടിട്ടില്ല. ദിനേശേട്ടൻ ഫുഡ് കഴിക്കാൻ തന്നെ ഈ താടി എടുക്കാൻ പറ്റില്ലല്ലോ. വലിയ പാടായിരുന്നു. താടി വെച്ച് ഫുഡ് കഴിക്കായിരുന്നു. ഞങ്ങള് അന്തസ്സായിട്ടിരുന്ന് കഴിക്കുമ്പോ പാവം താടി വെച്ചിരിക്കും. ഈ താടിയും വെച്ചിരുന്ന് ഞാൻ കഴിച്ചത് എങ്ങനെയാ, ഈ താടിയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കരുത് കഴിച്ചോട്ടെ. ദിനേശ് ചേട്ടൻ ഇങ്ങനെ കഴിച്ചതിന് ശേഷമാണ് ക്രിസ്ത്യാനിന്റെ അടുത്ത് പോലും ചോദിച്ചത്, നിങ്ങൾ എങ്ങനെ തോന്നിട്ടുണ്ട്. ഈ സിനിമയില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ, നിങ്ങളുടെ ക്യാരക്ടർ അല്ലാതെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ? എനിക്ക് ഇഷ്ടപ്പെട്ടത് മേരി മാത. സന്തോഷം. ഇനി മേരി മാത പറയൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു, ജോസഫിനെ ഇഷ്ടപ്പെട്ടു. ഞാനല്ലാതെ ഇത് ഇങ്ങോട്ട് പാസ് ചെയ്തല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട് ജോസഫ് ചേട്ടൻ ആക്ടറാണ്. മേരി മാതാന് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. ഇത് കേൾക്കുമ്പോ ആ ഒരു കോസ്റ്റ്യൂമില് വന്ന് നിൽക്കുമ്പോ ഭയങ്കര രസമാണ്, ഭംഗിയുണ്ടല്ലേ? ദൈവമേ മാത്രമല്ല ആ ക്യാരക്ടറിനനുസരിച്ചുള്ള കറക്റ്റ് വിഷാദവും എല്ലാം മുഖത്ത് എപ്പോഴും അതിനകത്തൊരു ബ്ലൂ കോസ്റ്റ്യൂം ഉണ്ട് അല്ലേ? ബ്ലൂ അല്ലേ? അതെന്ത് രസമാണെന്നറിയാം ആ കോസ്റ്റ്യൂം. അത് പോസ്റ്ററിൽ ഔട്ട് ചെയ്തിട്ട് ഇല്ല, ബ്ലൂ വന്നിട്ടില്ല. നമുക്ക് സ്ക്രീനിൽ കാണാം. ഓക്കെ. സെലിബ്രിറ്റി ക്രഷ് നമുക്ക് ഇഷ്ടം പോലെ പേരോട് തോന്നിയിട്ടുണ്ട്. ഒരു ആയ കാലത്ത് ഒക്കെ പറഞ്ഞ വീട്ടിൽ ഇതൊക്കെ നാളെ എന്റെ ഭാര്യ കാണും, ഞങ്ങള് അപ്പൊ നമുക്ക് സേഫ് ആൻസർ. വേണ്ട ഷാറുഖ് ഖാൻ. അല്ല, ഞാൻ പുള്ളിക്ക് അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി പേര് മാറ്റി പറയാൻ പറ്റില്ല. ആ പടം ഒന്നേ സമ്മതിച്ചുള്ളൂ, ഷാരൂഖ് ഖാൻ. എനിക്ക് രണ്ടുപേര്, ഒന്ന് ആമിർ ഖാനും ഒന്ന് മോഹൻലാൽ. മോഹൻലാൽ ചേട്ടാ. ആക്ട്രസിന് പറ. ആക്ട്രസ് അങ്ങനെ ഭയങ്കര എനിക്ക് അങ്ങനെ ക്രഷ് തോന്നിയിട്ടില്ല. കണ്ട വീട്ടിൽ പോകാനുള്ള വീട്ടിൽ പോയി വീട്ടിൽ ചോദിച്ചാൽ ഇങ്ങനെയല്ല പറയണത്. അത് ആക്ട്രസ് എന്നേ പറയണ്ട, റോഡിൽ കൂടെ ആര് പോയാലും ക്രഷാണെന്ന് പറയും. പ്രശ്നം കഴിഞ്ഞല്ലോ. അടുത്തത് നിങ്ങളുടെ ഈ സിനിമയിലെ ഡയലോഗ്. ഞങ്ങളുടെ ഓൺ ഡയലോഗ് ആരെങ്കിലും പറഞ്ഞു? എന്റെ അടുത്ത് മറ്റേ എന്റെ ദേവ പറയുന്ന ഡയലോഗ് ഉണ്ട്. നോക്ക്, ഭയങ്കര ഡിസ്കഷൻ. സാജൻ എന്നെ കളിയാക്കി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ദേവ പറയുന്നത്. ഇയാൾ ഇത്ര ബുദ്ധിഹീനായി പോയല്ലോ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിക്കും ആയി പോയോ എന്ന്. അത് ശരിക്കും ഒരു മഹാരാജാവ് എന്റെ അടുത്ത് പറയുന്ന ഡയലോഗാണ്. ധന്യവാദം. പിതാവിനെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്താണോ, എനിക്കത് കൃത്യമായിട്ട് പിതാവേന്നാണോ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. അമ്മ, പിതാവിനെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാൻ ദൈവപുത്രന്റെ മാതാവാൻ പോകുന്നു. ഞാൻ ചെയ്തില്ല ആ കറക്റ്റ് ഡയലോഗ്. ഞാൻ ഇത്രക്ക് സീരിയസ് ഒക്കെ എടുക്കണ്ട കേട്ടോ. എനിക്ക് എക്സാക്ട് ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, മാതാവ് ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം തെറ്റിദ്ധരിച്ച് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ മാതാവിനോട് മറിയത്തിനോട് പറയുന്ന ഡയലോഗ്, ഈ ഭൂമിയിലെ ഏറ്റവും വിശുദ്ധയായ സ്ത്രീ നീയാണെന്ന് പറയുന്ന ഒരു ഡയലോഗ്. അതാണ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയലോഗ്. അല്ല, ഞങ്ങളുടെ ഡയറക്ടർ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് ചിലതൊക്കെ ഉണ്ടല്ലോ വളരെ നല്ല രസകരമായ. അതെ, ഞാൻ ഇതിനകത്ത് ഡയലോഗ്സ് കുറവാണ്. സിനിമയിൽ ഡയലോഗ്സ് കാച്ചി കുറുക്കിയുള്ള ഡയലോഗ്സ് മാത്രമേ, അനാവശ്യമായ ഒരു മുക്കലും മൂളലും പോലും ഇല്ല. ബാക്കി മൊത്തം ഇമോഷൻസും ആ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഡയലോഗ്.
ഞങ്ങള് ഡയലോഗ് ഡെലിവറിക്ക് അങ്ങനെ ഇമ്പോർട്ടൻസ് അങ്ങനെ ഇല്ല. കാരണം അങ്ങനെ ഡയലോഗ് അതിലല്ല, അതിന്റെ ഇമോഷൻസിലൂടെ പോകുന്നോണ്ടേ പെട്ടെന്നൊരു ഡയലോഗ് ചോദിച്ചപ്പോ ഞങ്ങൾ അതിനകത്ത് ജീവിച്ചു കഴിഞ്ഞു. പിന്നെ എനിക്ക് ഇതൊന്നും ഓർമ്മയിലില്ല. പിന്നെ ഇതാ ചെറിയൊരു നമ്മൾ പറഞ്ഞ ആ ഒരു സീനിന്റെ ഒരു ചെറിയ ഒരു ഇത് മാത്രം. പക്ഷെ അത് ഞാൻ എന്റെ രീതിയിലാണ് പറഞ്ഞത്, അതല്ല ശരിക്കും സീനിൽ അതല്ല. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ റീടേക്സ് പോകുന്നത് ഞങ്ങള് ഒരുമിച്ച് കോമ്പിനേഷനിൽ ഒറ്റ റീടേക്ക് പോലും പോയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? വളരെ വളരെ കുറവായിരുന്നു. റീടേക്സ് ഇല്ല. നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കുട എടുത്തോണ്ട് പോകുന്ന ഒരു സാധനം ചേട്ടൻ കയറി വരുമ്പോ അത്, പക്ഷെ അത് മാറ്റി പിന്നെ നമ്മളത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് റീടേക്സ് പോയിട്ട് റീടേക്സിന്റെ ആവശ്യം വന്നിട്ടില്ല എന്നുള്ളത് എല്ലാം എന്തേലും പോയിട്ടുണ്ട്. അതായത് ഞാൻ ഒരു സോങ് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പഴയ കാലത്ത് ഇങ്ങനെ ഒരു കമ്പില് രണ്ടു വശത്തും ഇങ്ങനെ എന്തു പറയാ, ഇങ്ങനെ ഒരു നമ്മൾ ഇടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു അതുപോലെ രണ്ടു വശത്തും പാത്രമല്ല, ഈ തടി കൊണ്ടുണ്ടാക്കുന്ന നല്ല ലെങ്തിലുള്ള ഒരു സംഭവം വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത്. ഇത് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊണ്ടുപോയി ഇതിങ്ങനെ വെക്കണം. അപ്പൊ അവിടെ ഇരിക്കണം. ഇത് നമ്മുടെ പ്രോപ്പർട്ടി, നമ്മൾ ഉണ്ടാക്കി തൽക്കാലം തട്ടിക്കൂട്ടിയ പ്രോപ്പർട്ടി, ഇത് എന്ത് ചെയ്ത് അവിടെ ഇരിക്കില്ല. ഞാനിത് എടുത്തുകൊണ്ട് വന്ന് ഒരു പ്രാവശ്യം വെച്ചപ്പോ കൃത്യമായിട്ട് അതിരുന്നു. അപ്പൊ എല്ലാവരും ക്ലാപ്സ് ആയിരുന്നു. ഫസ്റ്റ് ടേക്കിൽ തന്നെ ഇത് ഓക്കെ ആയെന്ന് പറഞ്ഞ് ഞാൻ അഭിനയിച്ചു തുടങ്ങി. അതെന്തോ പ്രശ്നം കൊണ്ട് റീടേക്ക് പോകേണ്ടി വന്നു. അതെന്തോ ടെക്നിക്കൽ ഇഷ്യൂ എന്തോ കൊണ്ടുവന്നു. പിന്നെ അത് നോക്കിയിട്ട് ആ സീനിൽ അത് ഇരുന്നില്ല. അത് നമ്മൾ പിന്നെ അത് അങ്ങനെ അത് പിന്നെ മാറ്റി എന്ന് വെച്ചാൽ അത് വെക്കാൻ പറ്റിയില്ല. അങ്ങനെ അത് കുറെ പ്രാവശ്യം അത് അതായത് തന്നെ ഡയലോഗ് പറയാത്തോണ്ടല്ല പ്രോപ്പർട്ടി അതില്ലെന്നോ ആ പ്രോപ്പർട്ടി ഇരുന്നിൽ മാത്രം നമ്മൾ ഫസ്റ്റ് അത് കിട്ടിയല്ലോ, പിന്നെ അത് കൊണ്ടുപോയിട്ട് ഇരിക്കുന്നത് മാത്രമല്ല. ഇതിന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാനത് തൂക്കി പിടിക്കുന്നത്. ഡയലോഗ് പറഞ്ഞില്ലേ കുഴപ്പമില്ലായിരുന്നു. ഇത് അത്ര വെയിറ്റ് ഉണ്ട് രണ്ട് വെച്ച് നിങ്ങളുടെ ഇത് ബാലൻസ് ചെയ്ത് ഞാൻ റീടേക്ക് എന്ന് പറയുമ്പോൾ എന്റെ ഷോൾഡറിൽ വെച്ചിട്ട് തിരിച്ചു കൊണ്ടുവയ്ക്കണം. പിന്നെ വരും ഈ റീടേക്ക് അധികം എടുക്കാത്തതിന്റെ കാരണം കൂടി ഉണ്ട്. ആദ്യത്തെ 2-3 പ്രാവശ്യം കണ്ട് റീടേക്ക് ഒക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡയറക്ടർ സാറിന് മനസ്സിലായി റീടേക്ക് എടുത്താൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പാടില്ല. ഇതൊക്കെ തന്നെ വരുള്ളൂ. ഇമോഷൻ സീൻസ് കുറെ ഉണ്ട്. കാരണം ഡയലോഗ് ഡെലിവറിനേക്കാളും കൂടുതൽ ഇമോഷൻസ് ആണ്. ഗ്ലിസറിൻ ഉപയോഗിക്കുന്ന കൂടുതൽ വന്നിട്ടുണ്ടോ? ഗ്ലിസറിൻ അത് അത് ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ എനിക്കിങ്ങനെ കരഞ്ഞ് ഒന്ന് നനയേ ഉള്ളൂ. നനഞ്ഞിട്ട് ഒഴുകത്തൊന്നുമില്ല. വിഷമം വരുമ്പോ നനഞ്ഞു നിൽക്കത്തേ ഉള്ളൂ. അപ്പം അത് ഒഴുകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഗ്ലിസറിൻ അപ്ലൈ ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു നനവ് മതിയെങ്കിൽ അങ്ങനെ അങ്ങ് പോകും. ഇപ്പോ സ്ക്രിപ്റ്റ് ഫസ്റ്റ് കേട്ടപ്പോ തന്നെ സാറ്റിസ്ഫൈഡ് ആയിരുന്നോ? ഞാൻ എനിക്കൊന്നാമത്തെ കാര്യം അറിയോ, എനിക്കിത് സാറ്റിസ്ഫൈഡ് ആണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് ഇതിന്റെ ഒറിജിനൽ കഥ അറിയണം. എനിക്കത് അറിയില്ല. ഞാൻ ഇത് മൊത്തം വായിച്ചതിന് ശേഷം ഇതിങ്ങനെയൊക്കെ സംഭവം ശരിയാണോ എന്ന് തന്നെയോട് തന്നെ ആദ്യം ചോദിച്ചു. സാറ് ബ്രീഫ് ചെയ്ത് തന്നു കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെയൊക്കെ ആണോ എന്താണ് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ഞാൻ ചോദിച്ചത് തന്നെ എടുത്താണ്. ധന്യ പറഞ്ഞിട്ടുള്ള ഒരു അറിവേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ധന്യ പറഞ്ഞു ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട്, എല്ലാം ഇതിനകത്തുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു അല്ലാത്തൊരു കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പൊലിപ്പിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് ഉള്ളതിനെ സാറിങ്ങനെ പൊലിപ്പിച്ച് ആ കഥയെ കുറച്ച് ആഴത്തിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് അതുകൊണ്ട് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഒരു കഥ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു ഇമോഷൻ ഉണ്ടായി. ഇതില് എനിക്ക് ഓൾറെഡി അറിയാവുന്ന സ്റ്റോറിയാണല്ലോ. അപ്പൊ സാർ അതിനെ വളരെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട്, ഇപ്പൊ ബൈബിളില് വലിയൊരു ബുക്കാണ്, അതിനകത്ത് ഒത്തിരി ബുക്സ് ചേരുന്നതാണ് ബൈബിൾ. അപ്പം അതിനകത്ത് എത്രയോ വലിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലൊരു ചെറിയ പോർഷനാണ് സാർ എടുത്തിരിക്കുന്നത്. അതിനെ ഒരു സിനിമയാക്കിയിരിക്കുകയാണ്, ഒരു ട്രാവലിനെ. അപ്പൊ അതിൽ എനിക്ക് തോന്നി സാറിന് അത് ഒരു സ്പെഷ്യൽ അപ്രിസിയേഷൻ കൊടുക്കേണ്ട കാര്യമുണ്ട്. കാരണം സാർ ആ ഒരു പോർഷൻ, ആ ഒരു പശ്ചാത്തലം മാത്രം എടുത്തിട്ട് സാറിന് അതിനൊരു മൂവി, ഇപ്പം ഞാൻ ആലോചിച്ചു ഇത് ഇത്രയും ഒരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള സമയം ഇതിൽ കിട്ടും. പക്ഷെ സാറ് ബ്രില്യൻ്റ് ആയിട്ട് അതിനകത്ത് കുറേ കാര്യം അത് കാണുമ്പോൾ മനസ്സിലാവും അതെങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. ആ ചെറിയ പോർഷൻ അതിനെ ഒരു 1.5 സിനിമയുടെ ഔട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല. അതെ സാർ അങ്ങനെ കൊണ്ടുവന്നത് സ്റ്റോറി ടെല്ലിംഗ് രസമാണ്.